ഹായ്, ഞാൻ മറ്റൊരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ആ ചെടികളിലേക്ക് നമുക്ക് പോയാലോ? നീ കണ്ടില്ലേ, ആദ്യം തന്നെ ഞാൻ ബോഗൺവില്ലയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് തൂവെള്ളയാണ് കേട്ടോ, നല്ല തൂവെള്ളയാണ്. നമുക്ക് ഒത്തിരി പൂക്കൾ തരുന്നതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു 8 ഇനം ഉണ്ട് എനിക്ക് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ കളറുണ്ട്. പിന്നെ ഇത് വേറെ 2 കളർ ചേരുന്നതാണ് കേട്ടോ. 2 or 3 കളർ ഈ രീതിയിൽ വരുന്നതാണ്. ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് ആ കുറിച്ച് പറഞ്ഞത് കേട്ടോ. നല്ലൊരു ഇനമാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് കേട്ടോ. ഈ കളറാണ് ഒത്തിരി ഇഷ്ടമായത്. കണ്ടില്ലേ, നല്ലൊരു കളറല്ലേ. പിന്നെ ഒരു ഗോൾഡ് മഞ്ഞയുണ്ട്. കണ്ടില്ലേ, പിന്നെ ഈ ഒരു കളറുണ്ട്. ഇത് 2 കളറാണ് കേട്ടോ. ഇതൊരു ഇളം മഞ്ഞയും ഇതൊരു ഗോൾഡ് മഞ്ഞാണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഈ കളറാണ് കേട്ടോ. കണ്ടില്ലേ, ഈ കളറുണ്ട്. അപ്പം ഇത്രയുമാണ്. പിന്നെ ഇത്രയല്ല, പിന്നെ കണ്ടില്ലേ, ഈ ഒരു വയലറ്റ് കണക്കത്തത്. അങ്ങനെ ഇത്രയുമാണ് നമ്മുടെ ബോഗൺവില്ല. പിന്നെ കാണുന്നത് ജമന്തിക്കാണ് കേട്ടോ. ഒത്തിരി ജമന്തി തൈകളുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ജമന്തി കുറേ നഷ്ടപ്പെട്ടു. ഇപ്പം കുറേ ഇതൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് പൂവൊക്കെ വിരിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഈ 2 തൈകൾ മാത്രമേ ഉള്ളൂ. കണ്ടല്ലേ, ഇത്രയൊക്കെയാണ്. പിന്നെ ഇതാ കുറച്ച് റോസുകളാണ് കേട്ടോ. പിന്നെ റോസ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നല്ല ഇനം റോസയാണ് കേട്ടോ. ഒത്തിരി മൊട്ടുകൾ വരുന്ന ഒരു ഇനം റോസയാണ്. നമ്മൾ കിളിർത്ത് വന്ന് അപ്പം തന്നെ ഒത്തിരി മൊട്ടുകളും കൂടി വരും കൂടെ കേട്ടോ. കണ്ടല്ലേ, ഒത്തിരി പൂക്കൾ, ഒത്തിരി നല്ല റോസയാണ്. പിന്നെ ഇവിടെ നിൽപ്പുണ്ട് ഒരു റോസ ഉണ്ടല്ലേ, ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരു ചെങ്കല്ല് കളറാണ് കേട്ടോ, നല്ലൊരു കളറാണ്. പിന്നെ ഒരു അടുക്കുമുല്ല നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ മുല്ല നമുക്ക് ധാരാളം മുല്ലപ്പൂ തരുന്നൊരു മാസമാറി വരുന്നുണ്ട്. അടുക്കുമുല്ലയാണ് കേട്ടോ. പിന്നെ കാണുന്ന നമ്മുടെ സീനിയാണ്. പണ്ടൊക്കെ നമ്മൾ വീട്ടുകളിൽ ധാരാളം ഉണ്ടായിരുന്നല്ലോ ഈ സീനിയ. കണ്ടില്ലേ, ഈ സീനിയാണ്. ഇതിൻ്റെ ഒത്തിരി കളറുകളുണ്ട് കേട്ടോ, പല പല കളറുകളുണ്ട്. ചുമപ്പും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കളറുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ കുറച്ച് സീനിയക്കുട്ടന്മാരിങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ കോഴിവാലൻ എന്നൊക്കെ പറയുന്ന ചെടി ഉണ്ടല്ലോ. അതെ, ഇനി വേറെന്തോ പേരുണ്ട്, പക്ഷേ ആ പേരെനിക്കറിയത്തില്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ കോഴിവാലൻ പൂവെന്നൊക്കെ പറയുമായിരുന്നു ഇതിനെ. പിന്നെ കണ്ടില്ലേ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കേട്ടോ, നല്ലൊരു ഭംഗിയാണ്. അതാണ് പിന്നെ കാണുന്ന. പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഈ സൈഡിൽ നമ്മൾ കുറച്ച് ചെടികൾ. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് പണ്ട് കാലങ്ങളിലൊന്നും നമ്മുടെ വീടുകളിൽ വെക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തോ ശവനാറിപ്പൂന്നോ എന്തൊക്കെയോ പേരുകൾ ഇതിന് പറയുമായിരുന്നു. ഇപ്പം ഇത് ഫേമസ് ആണല്ലേ, എല്ലാ വീടുകളിലും ധാരാളം ഉണ്ട് ഇപ്പോൾ. അപ്പം ഈ സൈഡിൽ പിന്നെ കുറച്ച് ചെമ്പരത്തിയും റോസയൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഈ സൈഡിലെ ചെടികൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ സൈഡിൽ ഇത്ര ചെടികളാണ്. പിന്നെ നമ്മുടെ ഈ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ 2 സൈഡിലോട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് വെള്ളപ്പൂക്കളല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. ഒത്തിരി മൊട്ടുകൾ വരും, ഒത്തിരി പൂക്കളുമായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ലൊരു ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ അടുത്ത് കുറച്ച് സീനിയും കൂടി നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസാപ്പൂക്കളാണ് കേട്ടോ, റോസയാണ്. അതിൻ്റെ മൊട്ടുകളൊക്കെ എന്തോ ഒരു ഫംഗസ് പോലെ കയറി ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് മരുന്ന് തളിച്ചേക്കാണ് കേട്ടോ. മരുന്ന് തളിച്ച് പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കിളിർത്ത് കയറുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് റോസകളുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു സീനിയക്കുട്ടനും നിൽപ്പുണ്ട് കേട്ടോ. എല്ലാത്തിനും മരുന്ന് തളിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. ഒത്തിരി ഒരു 4-5 മൂട് റോസയുണ്ട് കേട്ടോ. കണ്ടല്ലേ, പിന്നെ ഈ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് താമരയാണ് കേട്ടോ. അത് എനിക്കൊരിടത്തുനിന്ന് വിത്ത് കിട്ടിയതാണ്. അപ്പോൾ ആ വിത്തിനെ ഇതാക്കി എടുത്തതാണ് കേട്ടോ. ഇതിൽ നിന്ന് എനിക്ക് ഒരു പൂ തന്നിട്ടുണ്ട്, താമരക്കുട്ടൻ ഒരു പൂ തന്നു. പിന്നെ എനിക്ക് താമര പൂ തരാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, തരുമായിരിക്കും അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ അടിനിയുടെ കുറച്ച് തൈകൾ ഞാൻ ഇങ്ങനെ നട്ട് വെച്ചേക്കാണ്, അതൊന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെ 2 ചെമ്പരത്തികളും കൂടി കണ്ടല്ലേ.
അപ്പം ഇത്രയാണ് എൻ്റെ വീട്ടിലെ ചെടികൾ. കണ്ടില്ലേ ഈ സൈഡിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, പിന്നെ അതായി ഒരു തെറ്റി. കണ്ടില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.